വാർത്തകളിലേക്ക് സ്വാഗതം. കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 6 കടന്നുപോകുന്ന തീരപ്രദേശങ്ങളിൽ വെട്ടിമാറ്റിയ മരങ്ങൾ ആറ്റിലേക്ക് തന്നെ നിക്ഷേപിച്ചത് ആറിന്റെ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സമുണ്ടാകുമെന്ന പരാതി ശക്തം. കട്ടപ്പന സ്കൂൾ കവല മുതൽ പൊന്നിക്കവല, കാഞ്ചിയാർ, കുഴിയോലിപ്പടി ഭാഗം വരെയുള്ള 6 ഇരുവശങ്ങളിലെ മരങ്ങളാണ് വെട്ടി ആറ്റിലേക്ക് തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന സ്കൂൾ കവല മുതൽ പൊന്നിക്കവല, കാഞ്ചിയാർ, കുഴിയോലിപ്പടി ഭാഗം വരെയുള്ള 6 ഇരുവശങ്ങളിലെ മരങ്ങളാണ് വെട്ടി ആറ്റിലേക്ക് തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. മഴ ശക്തമായി വെള്ളമൊഴുക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം നേരിട്ട് സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. കട്ടപ്പനയാറിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 6 ഇരുവശങ്ങളിലെയും കൽക്കെട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി 6 ചേർന്നുള്ള ഇരുഭാഗത്തെ മരങ്ങൾ വെട്ടിമാറ്റി. എന്നാൽ വെട്ടിമാറ്റിയ മരങ്ങൾ ആറ്റിലേക്ക് തന്നെ നിക്ഷേപിച്ചാണ് കരാറുകാർ മടങ്ങിയെന്നാണ് ഉയർന്ന പരാതി. കട്ടപ്പന സ്കൂൾ കവല മുതൽ പൊന്നിക്കവല, കക്കാട്ടുകട വരെയുള്ള ഭാഗങ്ങളിലെ മരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടി ആറ്റിലേക്ക് തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ ഈ മരങ്ങൾ നീരൊഴുക്കിനെ തടസ്സം സൃഷ്ടിച്ച് ആറ് കവിഞ്ഞ് സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. വെട്ടിയിട്ടിരിക്കുന്ന തടിയെല്ലാം എത്രയും വേഗം എടുത്ത് പെറുക്കി മാറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ള കൃഷിക്കിടം ഒറ്റ മഴ പെയ്യുമ്പോൾ കൃഷിക്കകത്തൂടെ എല്ലാം വെള്ളം കയറുകയും 6 വേറെ ഗതി മാറി ഒഴുകുകയും ഒക്കെ ചെയ്യുന്നതാണ്. ചെറിയ പാലങ്ങളും കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകാനുള്ള കാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ട് മാറ്റിത്തന്ന് യോഗ്യമാക്കണമെന്ന് പറയപ്പെട്ടു. കഴിഞ്ഞ നാളിൽ അപ്രതീക്ഷിത മഴയുണ്ടായപ്പോൾ 6 കവിഞ്ഞൊഴുകി സമീപത്തെ കൃഷിയിടങ്ങൾ, പാലങ്ങൾ അടക്കമുള്ളവ മൂടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ചെറിയ തടി നടപ്പാലങ്ങൾ ഒഴുകിയും പോയി. ഇക്കാര്യങ്ങൾ മുൻനിർത്തി ആറ്റിലേക്ക് വെട്ടിയിട്ടിരിക്കുന്ന മരച്ചെല്ലുകൾ അടക്കമുള്ളവ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കട്ടപ്പനയാറിന്റെ ഇരുവശങ്ങളും സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആറ്റിലേക്ക് നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ 1.5 മാസം മുമ്പ് മുറിച്ചിടുകയും അത് ആറ്റിലേക്ക് കിടക്കുകയും ചെയ്യുകയാണ്. നാളെ ഇതുവരെ അത് മാറ്റുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല. അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മഴയ്ക്ക് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. ഇനി അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പല ഭാഗങ്ങളിലായി അടിഞ്ഞു കൂടുകയും താഴേക്കുള്ള പാലങ്ങൾക്കും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾക്കും വീടുകൾക്കും എല്ലാം നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു. ഇതുകൂടാതെ മരച്ചില്ലകൾ ആറ്റിലേക്ക് കിടക്കുന്നത് മൂലം ഇവ അഴുകി വെള്ളത്തിൽ കലർന്ന് കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ആറ്റിലേക്ക് വെട്ടിയിട്ടിരിക്കുന്ന മരങ്ങൾ ഇവിടെ നിന്നും എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.